നമസ്കാരം, ഞാൻ ആദർശ് ചെറോട്ട്. ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും കൂടി വേണ്ടിയാണ്. നമ്മുടെ കോഴിക്കോട് സിറ്റിയിലുള്ള നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് നിങ്ങളും ബോധവാന്മാരായിരിക്കുക. ഇനി ആർക്കും ഇങ്ങനെയൊരവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ട്രാഫിക് ക്യാമറകൾ കണ്ണു തുറന്ന് പ്രവർത്തിച്ചേ മതിയാകും. ശേഷം ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. കഴിഞ്ഞ 25-ാം തീയതി, അതായത് ജൂലൈ 25 രാവിലെ ഒരു 11 മണിക്ക് എൻ്റെ ബ്രദറിൻ്റെ മകളും കൂടി കാറിൽ സഞ്ചരിക്കവേ അവൻ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് റോഡിൻ്റെ റൂട്ടിന് പോകുന്ന വഴിക്ക് അത് പഴയ സർക്കാർ റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു ടിപ്പർ വന്നിട്ട് കാറിൻ്റെ ഇടത് വശത്ത് കൂടി റോങ് സൈഡ് കൂടി വന്ന് ഓവർടേക്ക് ചെയ്തിട്ട് കാറിന് ഇടിച്ച് തെറിപ്പിച്ച് പോയി. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഈ വരുന്ന റെഡ് ടിപ്പറാണ് കാറിന് തട്ടി ബമ്പർ ഇടിച്ച് പൊളിച്ച് പോയത്. അത് നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് എടുത്ത വീഡിയോസും ഫോട്ടോസുമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ വണ്ടിയുടെ നമ്പർ മാക്സിമം നമ്മൾ എടുക്കാൻ പല വഴിയും നോക്കി, ഒരു ഇതിലും നമ്പർ ക്ലിയറായി കിട്ടുന്നില്ല, ഒക്കെ ഹൈഡാ. പിന്നെ നമ്പർ ആ സമയത്ത് നോക്കി വെച്ചിട്ട് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നത്. ആ നമ്പർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെക്ക് ചെയ്ത സമയത്ത് അത് ഫേക്കാണെന്നാണ് പറയുന്നത്. എനിക്ക് ചിലപ്പോൾ അത് ഒരു നമ്പർ നോക്കിയപ്പം ഒന്ന് കൊടുത്തപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഈ ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ ഫ്രണ്ട് ഭാഗം പൂർണ്ണമായും തകരുകയും ചെയ്തു. ഇത് ഏതെങ്കിലും ഒരു മനുഷ്യനാണ് ഈ ഒരു അവസ്ഥ സംഭവിച്ചതെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ അവർ കിടന്നു പോവുകയോ അതോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാർക്ക് പോകും. നമ്മൾ ഏറ്റവും കൂടുതൽ റൂട്ടിൽ വിശ്വസിച്ചിറങ്ങുന്നത് ട്രാഫിക് ക്യാമറകളെയാണ്. ആ ക്യാമറകൾ കണ്ണടച്ചിരുന്നാൽ നമ്മുടെ പോലുള്ള ആളുകൾക്ക് എന്ത് സുരക്ഷയുള്ളത്? റോഡിൽ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ട് ഇറങ്ങും? ആകെ വണ്ടികളുടെ നമ്പറൊക്കെ തിരഞ്ഞു പിടിക്കണമെങ്കിൽ ട്രാഫിക് സിഗ്നലിലെ ക്യാമറകളാണ് നമുക്ക് വേണ്ടത്. അത് എല്ലാം പ്രവർത്തനരഹിതമാണ്. പോലീസുകാർ ഈ ഒരു അവസ്ഥയിൽ നിസ്സഹായരായിരിക്കുകയാണ്. അവർ എല്ലാ ഭാഗത്തും അവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. എന്നിരുന്നാലും ഈ ഒരു ക്യാമറ ഒരെണ്ണം പോലും പ്രവർത്തിക്കാതായതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി യാതൊരു നിയമ നടപടികളും എടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്ന ദൃശ്യങ്ങളെല്ലാം അടുത്തുള്ള ഷോപ്പുകളിലും മറ്റും കിട്ടിയ വീഡിയോ ദൃശ്യങ്ങളൊക്കെയാണ്. അത് കിട്ടിയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരു വാഹനം എങ്ങോട്ട് കടന്നു പോയി എന്നൊക്കെ ഏകദേശം മനസ്സിലാക്കാനായി. ഇതിൽ തന്നെ കാണാം, നമുക്ക് അടിച്ചിട്ട വാഹനതാ ഇപ്പോഴും കടന്നു പോകുന്നതാണ് ടിപ്പർ, റെഡ് ടിപ്പർ. ഇത് കടന്നു പോയി അടുത്ത ട്രാഫിക് സിഗ്നലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും ക്യാമറ ഇല്ല. ആ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ വാഹനം ഏത് ദിശയിലേക്ക് പോയി എന്നറിയണമെങ്കിൽ അവിടെ ട്രാഫിക് സിഗ്നൽ ക്യാമറ തന്നെ വേണ്ടിയിരുന്നു, എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലൊരവസ്ഥ മറ്റൊരാൾക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ട്രാഫിക് ക്യാമറകളും കണ്ണു തുറന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ഇനി വരും ദിവസങ്ങളിലെങ്കിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഊർജിതമായ അന്വേഷണത്താൽ അപകടം വരുത്തിപ്പോയ വാഹനത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.